So last class we signal flow graph discuss. Okay. So what is signal flow graph and what are the properties? Then different terms associated with signal flow graph. Then we have done a problem to find the forward path, loops and non-touching loops and all. Okay. So next topic, signal flow graph algebra. Okay. So signal flow graph algebra means in the case of block diagram, you are reducing a block or you are reducing the block diagram of a given control system to find the overall transfer function of the system. Okay. In similar way, you can reduce the signal flow graph of a given control system to find the overall transfer function of the system. Okay. So you have to apply certain rules to reduce the signal flow graph. അതായത് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ കേസിൽ നിങ്ങൾ ചില റൂൾസ് യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ഡയഗ്രം റെഡ്യൂസ് ചെയ്തു അതിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ കേസിലും നിങ്ങൾക്ക് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റെഡ്യൂസ് ചെയ്യാം. ദെൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ. സോ ഇതാണ് ഈ സിഗ്നൽ ഫ്ലോ graph algebra എന്ന് പറയുന്നത്. Signal flow graph for a system can be reduced to obtain the transfer function of the system using the following rules. Okay. So first rule, the value of the variable represented by a node is equal to the sum of all the signals entering the node. അതായത് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? The basic elements are nodes and branches. Okay. So consider these are the nodes. This node x1, x2 and x3. Okay. So ഈ റൂൾ നമ്മൾ ഓൾറെഡി ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുമ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. സോ 3 നോഡ്സ് ഉണ്ട്. ദെൻ ദീസ് 3 നോഡ്സ് ആർ കണക്റ്റഡ് ബൈ 2 ബ്രാഞ്ചസ്. അതായത് x1 എന്നൊരു സിഗ്നൽ x3യിലേക്ക് പോകുന്നു, x2 to x3. ഓക്കെ. ആൻഡ് ഗെയിൻ we are marking as a and b. Okay. Then this rule states that the value of the variable represented by a node is equal to the sum of all the signals entering the node. Okay. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x3 എന്ന് പറഞ്ഞ നോഡിലേക്ക് 2 സിഗ്നൽസ് ആണ് എൻ്റർ ചെയ്യുന്നത്. സോ x1 ഒരു സിഗ്നൽ എൻ്റർ ചെയ്യുന്നുണ്ട്, x2 എന്നൊരു സിഗ്നൽ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് x3 ഈസ് ഈക്വൽ ടു a into x1 plus b into x2. Okay. So x1 എന്നൊരു സിഗ്നൽ എൻ്റർ ചെയ്യുന്നു വിത്ത് എ ഗെയിൻ a. സോ ഈ x3യിലേക്ക് വരുന്ന സിഗ്നലിന്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് ഗെയിൻ ഇൻറ്റു x1. അതായത് a x1 പ്ലസ് x2 എന്ന് എൻ്റർ ചെയ്യുന്ന സിഗ്നൽ വിത്ത് ഗെയിൻ b. സോ b x2. സോ അതാണ് ഫസ്റ്റ് റൂൾ പറയുന്നത്. ദ വാല്യൂ ഓഫ് ദി വേരിയബിൾ റെപ്രസെന്റഡ് ബൈ എ നോഡ്. അതായത് ഇവിടെ x3 എന്ന് പറയുന്ന വേരിയബിൾ, ഈ നോഡ് റെപ്രസെന്റ് ചെയ്യുന്ന x3 എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. That is equal to sum of all the signal entering the node. ഈ നോഡിലേക്ക് ഏതൊക്കെ സിഗ്നൽ എൻ്റർ ചെയ്യുന്നുണ്ട് നോക്കുക. then ആ എൻ്റർ ചെയ്യുന്ന സിഗ്നൽസിന്റെ സം ആയിരിക്കും ഈ നോഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത് x3 ഈക്വൽ ടു a x1 പ്ലസ് b x2. ഇതാണ് റൂൾ നമ്പർ 1. ഓക്കെ. then second rule, cascaded branches can be combined to give a single branch whose transmittance is equal to the product of individual branch transmittance. Okay. അതായത് കാസ്കേഡഡ് ബ്രാഞ്ചസ്, ബ്ലോക്കിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിരുന്നു കാസ്കേഡഡ് ബ്ലോക്സ്. ഓക്കെ. സോ അതുപോലെ തന്നെയാണ് ഇവിടെ കാസ്കേഡഡ് ബ്രാഞ്ചസ്. സോ കാസ്കേഡഡ് ബ്രാഞ്ചസ് എങ്ങനെയായിരിക്കും? ബ്ലോക്കിന്റെ കേസിൽ ഒരു ബ്ലോക്കിന്റെ ഔട്ട്പുട്ട് അടുത്ത ബ്ലോക്കിന്റെ ഇൻപുട്ട് ആയിട്ട്. ഓക്കെ. സോ അതുപോലെ സിഗ്നലിന്റെ കേസിൽ എന്തായിരിക്കും? ഇതൊരു ബ്രാഞ്ച് ആണ്. ദെൻ കാസ്കേഡഡ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ വേറെ ഒരു ബ്രാഞ്ചും കൂടെ ഇവിടെ ഉണ്ടാവും. ഓക്കെ. സോ ദീസ് കാസ്കേഡഡ് ബ്രാഞ്ചസ്, ഇവിടെ 2 ബ്രാഞ്ചസ് ഉണ്ട്. ദ നോഡ്സ് x1, x2 ആൻഡ് x3. ഓക്കെ. ദെൻ ഗെയിൻ a and b. So you can replace these 2 branches with a single branch of transmittance equal to product of these 2 gains. അതായത് ഇവിടെ a ആണ് ഗെയിൻ, ഇവിടെ b ആണ്. സിംഗിൾ ബ്രാഞ്ച് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പം അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് a ഇൻറ്റു b ആയിരിക്കും. ദെൻ ദിസ് വേരിയബിൾ
ഇവിടെ x1 അല്ലേ ഈ സൈഡില്. then next വേരിയബിൾ x3. ഓക്കെ, അതായത് ബ്ലോക്കിന്റെ കേസിൽ പോലെ തന്നെ ബ്ലോക്കിൽ രണ്ട് ബ്ലോക്സ് കാസ്കേഡ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഇക്വലന്റ് ബ്ലോക്ക് എന്തായിരുന്നു, ഒരു സിംഗിൾ ബ്ലോക്ക് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഗെയിൻ ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഇവിടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ കേസിൽ രണ്ട് ബ്രാഞ്ചസ്, അതായത് ഇവിടെ x1 x2 എന്ന് പറയുന്നത് ഇതൊരു ഫസ്റ്റ് ബ്രാഞ്ച് ആണ്, ദെൻ ഇത് സെക്കൻഡ് ബ്രാഞ്ച്. ഓക്കെ, ഈ രണ്ട് ബ്രാഞ്ചസും കാസ്കേഡഡ് ആണ്. then ഈ ബ്രാഞ്ചിനെ ഒരു സിംഗിൾ ബ്രാഞ്ച് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. then the gain is equal to product of two gains, gain or transmittance എന്ന് പറയും. ഓക്കെ, സോ അതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. കാസ്കേഡഡ് ബ്രാഞ്ചസ് can be combined to give a single branch whose transmittance is equal to the product of individual branch transmittance. Okay, so this is rule number 2. The next rule, parallel branches can be represented by a single branch whose transmittance is the sum of individual branch transmittance. Okay, so rule number 3 പറയുന്നത് പാരലൽ ബ്രാഞ്ചിന്റെ കേസിലാണ്. അതായത് രണ്ട് ബ്രാഞ്ചസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ x1 x2, സോ പാരലൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻപുട്ട് രണ്ടിന്റെയും സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം പോയിന്റ് എന്നായിരിക്കും, ഔട്ട്പുട്ട് എൻഡ് ചെയ്യുന്നതും സെയിം പോയിന്റിൽ. ഓക്കെ, so ഇവിടെ one branch with gain A, another branch with gain B. So ഇതാണ് parallel connection. These two parallel branches can be replaced with a single branch whose transmittance is equal to sum of individual branch transmittance. Okay, so ഇതാണ് രണ്ട് ബ്രാഞ്ചസ് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. x1 to x2 one branch with gain A, then x1 to x2 another branch with a gain B. Okay, so these two branches can be replaced with a single branch whose transmittance is equal to A plus B. Okay, so ഇത് നമ്മൾ ബ്ലോക്കിന്റെ കേസിൽ പോലെ തന്നെ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷനിൽ എന്തായിരുന്നു, രണ്ട് പാരലൽ ബ്ലോക്സ് വരുവാണെങ്കിൽ ഇൻഡിവിജ്വൽ പാരലൽ ബ്ലോക്ക് ഒരു സിംഗിൾ ബ്ലോക്ക് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് സം ആയിരുന്നു, രണ്ട് ഗെയിന്റെയും സം ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഈ കേസിൽ. ഓക്കെ, സോ റൂൾ നമ്പർ 2 പറയുന്നത് കാസ്കേഡ് ആണ്. സോ കാസ്കേഡിന്റെ കേസിൽ ഇക്വലന്റ് ബ്രാഞ്ച് വരുമ്പോൾ പ്രൊഡക്റ്റ് ആണ്, ദെൻ പാരലൽ ബ്രാഞ്ചിന്റെ കേസിൽ സിംഗിൾ ബ്രാഞ്ച് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ സം. ഓക്കെ, സോ ആണ് റൂൾ നമ്പർ 2 and 3. The next rule, a mixed node can be eliminated by multiplying the transmittance of outgoing branch to the transmittance of all incoming branches to the mixed node. Okay, so mixed node എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മൂന്ന് ടൈപ്പ് നോഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻപുട്ട് നോഡ്, ഔട്ട്പുട്ട് ആൻഡ് മിക്സഡ് നോഡ്. ഓക്കെ, ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് മിക്സഡ് നോഡ്. So mixed node means a node which having both incoming and outgoing branch. So mixed നോഡിന്റെ കേസിൽ ഇൻകമിംഗ് ബ്രാഞ്ച് ഉണ്ടാവും ആൻഡ് outgoing branch. Okay, so incoming branchും outgoing branchും ഉണ്ടെങ്കിൽ ആ നോഡിനെയാണ് മിക്സഡ് നോഡ് എന്ന് പറയുന്നത്. സോ ഈ റൂൾ നമ്പർ 4 പറയുന്നത് എന്താ, മിക്സഡ് നോഡ് ക്യാൻ ബി എലിമിനേറ്റഡ് by multiplying the transmittance of outgoing branch to the transmittance of all incoming branches to the mixed node. Okay, so അതായത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. സോ ഒരു മിക്സഡ് നോഡ് ഉണ്ട്. സോ മിക്സഡ് നോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിലേക്ക് ഇൻകമിംഗ് ബ്രാഞ്ചസ് ഉണ്ട്. മിക്സഡ് നോഡ് മീൻസ് ബോത്ത് ഇൻകമിംഗ് ബ്രാഞ്ച് ആൻഡ് ഔട്ട് ഗോയിങ് ബ്രാഞ്ച്. ഓക്കെ, സോ ഇതൊരു മിക്സഡ് നോഡ് ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ അതിലേക്ക് ഇൻകമിംഗ് ബ്രാഞ്ചസ് ഉണ്ട്, then outgoing branches. Okay, so variables represent ചെയ്യാം x1, x2, x3 and x4. Okay, the gain A, B and C. Okay, so ഈ റൂൾ പറയുന്നത് എന്താ, എ മിക്സഡ് നോഡ് ക്യാൻ ബി എലിമിനേറ്റഡ്. സോ ഇവിടെ മിക്സഡ് നോഡ് എന്താണ്, ഏത് നോഡാണ്, x1, x2, x3 ആൻഡ് x4, 4 നോഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മിക്സഡ് നോഡ് ഏതാ വരുന്നത്, which one is mixed node, x3. Okay, so here x3 is the mixed node. Okay,
So rule number പറയുന്നത് mixed node can be eliminated. So we can eliminate node x3 by multiplying the transmittance of outgoing branch. So ഇവിടുത്തെ outgoing branch ഏതാണ്? x3 നോക്കുക. x3ലേക്ക് incoming branch x1 എന്നും x2 വരുന്ന ഇത് രണ്ടുമാണ് incoming branch. Then this one x3 to x4 ആണ് outgoing branch. Okay. So transmittance of outgoing branch to the transmittance of all incoming branches to the mixed node. You can eliminate x3. So x3 eliminate ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും x1, x2 and x4. Okay. Eliminated by multiplying transmittance of outgoing branch. So ഇവിടെ outgoing branch transmittance എന്താണ് C. Okay. To the transmittance of all incoming branch. അതായത് ഇതിലേക്ക് വരുന്ന branch അതാണ് incoming branch എന്ന് പറയുന്നത്. Okay. So incoming branchന്റെ കൂടെ outgoing branchന്റെ transmittance multiply ചെയ്യാം. Okay. So x1 incoming branch ഏതാണ്? x1 to x3. A ആണ് transmittance. Okay. So multiply A with transmittance of outgoing branch means C. Okay. So A into C. And here also incoming branch transmittance B multiplied with C. So B into C. Okay. So ഇതിലിപ്പോ mixed node ഇല്ല. x1, x2 പറയുന്നത് input node and x4 output node. Okay. So x3 എന്ന് പറയുന്ന mixed node eliminate ചെയ്തു. അതെന്താ ചെയ്തത്? ഈ incoming branchesനോട് കൂടെ ഇതിന്റെ outgoing branchesന്റെ transmittance multiply ചെയ്തു. Okay. ഇവിടെ C ആണ് outgoing branch transmittance. ഈ C വെച്ചിട്ട് ഇതിന് രണ്ടിനെയും multiply ചെയ്തു. So A into C, then B into C. Okay. So ഇതാണ് rule number 4. Clear? Okay. So next rule number 5. Okay. A loop may be eliminated by writing equation at the nodes and rearranging the equations to find the ratio of output to input. This ratio gives the gain of the resultant branch. Okay. So അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ലൂപ്സ് ഉണ്ടാവും. ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ലൂപ്പുകൾ ഉണ്ടാവാം. ഓക്കെ. സോ നമ്മൾ എക്സാമ്പിൾസ് നോക്കിയതാണ് ഫോർവേഡ് പാത്ത് നമ്പർ ഓഫ് ലൂപ്സ് കണ്ടുപിടിക്കാൻ. So you can eliminate a loop by writing equation at the nodes. Okay, nodes equations എഴുതാം and rearranging the equations to find the ratio of output to input. So ratio of output to input എന്തായിരിക്കും? Gain. Okay, so സിസ്റ്റത്തിന്റെ gain is equal to output by input ആണ്. Okay. So ഇതാണ് റൂൾ നമ്പർ 5 പറയുന്നത്. ഓക്കെ. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉണ്ട് ലൂപ്സ് ഉണ്ടെങ്കിൽ ആ ലൂപ്സ് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് വേണം? ഓരോ നോഡിലും ഇക്വേഷൻസ് എഴുതുക. ഓരോ നോഡിലും ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് ആ ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്യാം. സോ ആൾജിബ്രിക് ഇക്വേഷൻസ് ആയിരിക്കും. ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ആയിട്ട് എഴുതാം. സോ അതായിരിക്കും നിങ്ങൾക്ക് ഗെയിൻ. ഓക്കെ. സോ നമ്മൾ ഈ റിഡക്ഷൻ ഒക്കെ ചെയ്യുന്ന എന്തിനാണ്? ഓവറോൾ ഗെയിൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ഇതാണ് റൂൾ നമ്പർ 5 പറയുന്നത്. ഓക്കെ. സോ അതായത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ. x1, x2, x3. ഓക്കെ. മൂന്ന് നോട്ട്സ് കൺസിഡർ ചെയ്യാം. Then with gain A, B, ഇവിടെ ഒരു ഫീഡ്ബാക്ക് പാത്ത് C. ഓക്കെ. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഒരു സിമ്പിൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് കൺസിഡർ ചെയ്താണ്. ഓക്കെ. സോ ഇതിൽ നിങ്ങളുടെ ലൂപ്പ് ഏതാണ്? ബി സി എന്ന് പറയുന്ന ലൂപ്പാണ്. ഓക്കെ. സോ യു ക്യാൻ എലിമിനേറ്റ് ദിസ് ലൂപ്പ് ബൈ റൈറ്റിംഗ് ഇക്വേഷൻ അറ്റ് ദി നോഡ്സ്. ഓക്കെ. സോ ഏതൊക്കെ നോഡിൽ ഇവിടെ ഇക്വേഷൻ എഴുതാം? ഫസ്റ്റ് നോഡ് x1, then x2 and x3. ഓക്കെ. സോ സെക്കൻഡ് നോഡിൽ ഇക്വേഷൻ എഴുതാം അറ്റ് നോഡ് 2. അറ്റ് നോഡ് 2. നോഡ് 2ൽ എന്ത് ഇക്വേഷൻ? x2 ഈസ് ഈക്വൽ ടു x2ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻസ് എഴുതി എല്ലാവരും.
ഫസ്റ്റ് റൂളിൽ നമ്മൾ എന്താ പറഞ്ഞത്? The value of the variable represented by a node is equal to the sum of all the signals entering the node. Yes. So ഇവിടെ എങ്ങനെ x2 ലേക്ക് എൻ്റർ ചെയ്യുന്ന സിഗ്നൽസ് ഏതൊക്കെയാന്ന് നോക്കാം. One signal from x1, then വേറെ ഏതെങ്കിലും സിഗ്നൽ ഉണ്ടോ? x2 സിഗ്നൽ എൻട്രിങ് ടു x2 ലേക്ക് എൻ്റർ ചെയ്യുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ്? നിങ്ങൾ റിപ്ലൈ ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. x2 ലേക്ക് വരുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ്? വൺ സിഗ്നൽ ഫ്രം x1, അതായത് ത്രൂ ഗെയിൻ a, ആൻഡ് അനദർ സിഗ്നൽ ഫ്രം x3 ടു ഗെയിൻ c. ഓക്കെ, സോ ഇവിടെ രണ്ട് ഇൻകമിംഗ് സിഗ്നൽ ആണ് വരുന്നത്. ഒന്ന് ഈ ഇൻകമിംഗ് സിഗ്നൽ, ദെൻ x3 ടു ത്രൂ c. ഓക്കെ, സോ x2ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? a ഇൻറ്റു x1 പ്ലസ് സി x3. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇൻകമിംഗ് സിഗ്നൽ. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ഇത് ഔട്ട് ഗോയിങ് സിഗ്നൽ ആണ്. ഓക്കെ, x2 എന്ന് പോകുന്ന സിഗ്നലിലെ ഇത് ഇൻകമിംഗ് സിഗ്നലിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഒരു നോഡില് വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻകമിംഗ് സിഗ്നൽസിന്റെ സം ആയിരിക്കും. ഓക്കെ, സോ x2 ഈക്വൽ ടു ax1 പ്ലസ് സി x3. ദെൻ നെക്സ്റ്റ് എഴുതുന്നത് എന്താ? നോഡ് 3ൽ എഴുതാം. നോഡ് 3ൽ എന്തായിരിക്കും? 3ല് വേരിയബിൾ x3 ആണ്. സോ x3 ഈക്വൽ ടു x3ൽ എൻ്റർ ചെയ്യുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ്? ഇത് പോകുന്ന സിഗ്നൽ ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രിങ് സിഗ്നൽ വൺ സിഗ്നൽ ഫ്രം x2 വിത്ത് ഗെയിൻ ബി. ഓക്കെ, സോ ഇതാണ് എൻട്രിങ് സിഗ്നൽ. സോ ബി ഇൻറ്റു x2. സോ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇത് നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് വേരിയബിൾ ഈസ് x3 ആൻഡ് ഇൻപുട്ട് വേരിയബിൾ x1. ഓക്കെ, സോ യു ക്യാൻ റീഅറേഞ്ച് ഇക്വേഷൻ 1 ആൻഡ് 2. സോ 2ൽ എന്താണ്? x3 ഈക്വൽ ടു b x2 ഉണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. നിങ്ങൾക്ക് ഇത് കിട്ടും. x2 ഈസ് ഈക്വൽ ടു ax1 പ്ലസ് നിങ്ങൾക്ക് ഇവിടെ എന്താ ഇക്വേഷൻ വേണ്ടത്? ഔട്ട്പുട്ട് x3 ആണ്, ഇൻപുട്ട് x1 ആണ്. ഓക്കെ, സോ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട വേരിയബിൾ ഏതാണ്? x2 അല്ലേ? x2 അല്ലേ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, പറയുമ്പോൾ ഞാൻ തെറ്റിപ്പോയതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ്? ഔട്ട്പുട്ട് x3 ആണ്, ഇൻപുട്ട് x1 ആണ്. ഓക്കെ, സോ x1 ഉം x2 ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഇക്വേഷൻ എന്തുണ്ട്? x1 ഉണ്ട്, x3 ഉണ്ട്, അതേസമയം x2 ഉണ്ട്. ഓക്കെ, ദെൻ തേർഡ് ഇക്വേഷൻ എന്താണ്? x3 ഈക്വൽ ടു b ഇൻറ്റു x2 ആണ്. സോ നമുക്ക് വേണ്ട ഇക്വേഷൻസ് എന്തിന്റെ ടേംസിലായിരിക്കണം? ഔട്ട്പുട്ടിന്റെയും ഇൻപുട്ടിന്റെയും ടേംസിൽ. x3യും x1 ഉം ആണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. ഓക്കെ, 1 2ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1ല് x2ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് x1 ആൻഡ് x3 ഉണ്ട്. സോ 1ല് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോറി, സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? x3. സോ x3 ഈസ് ഈക്വൽ ടു b ഇൻറ്റു x2ന്റെ വാല്യൂ ax1 പ്ലസ് c x3. ഓക്കെ, നൗ യു ക്യാൻ റീഅറേഞ്ച് ദിസ് ഇക്വേഷൻ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 x3 ഉണ്ട്. സോ x3 ഇൻറ്റു 1, ദെൻ ഈ റൈറ്റിൽ x3 ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? ഇവിടെ ബി സി ഇൻറ്റു x3 ആണ്. സോ 1 മൈനസ് ബി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി x1. ഓക്കെ, സോ x3 ഡിവൈഡഡ് ബൈ x1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ ബി ബൈ 1 മൈനസ് ബി സി. ഓക്കെ, സോ എ ബി ബൈ 1 മൈനസ് ബി സി. സോ ഇതാണ് നിങ്ങളുടെ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. ഔട്ട്പുട്ട് x3 ആണ്, ഇൻപുട്ട് x1 ആണ്. സോ ഇതിന് നമുക്കൊരു സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x1 ഇൻപുട്ട് വേരിയബിൾ, x3 ഔട്ട്പുട്ട് വേരിയബിൾ വിത്ത് ഗെയിൻ എ ബി ബൈ 1 മൈനസ് ബി സി. ഓക്കെ, ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ ഗിവൺ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഓക്കെ, സോ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു. സോ ലൂപ്പ് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തി? നോഡിൽ ഇക്വേഷൻ എഴുതി, ദെൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് എഴുതി. ഓക്കെ, സോ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഇൻപുട്ട് എഴുതിയാൽ എന്തായി? യു വിൽ ഗെറ്റ് x1
x3. ഓക്കെ, സോ ഈ ഒരു സിമ്പിൾ ബ്രാഞ്ച് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, സോ ഇനി ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൂപ്പ് മാത്രം എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലും എഴുതാം. ഓക്കെ, സോ x1 to x2 എന്താണ് ഗെയിൻ എ അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ് എ ഇൻറ്റു ബി ബൈ 1 - bc അല്ലേ? ഈ സെയിം സിഗ്നൽ ഫ്ലോ ഗ്രാഫിന് എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾക്ക്? x1 x2 x3. ഓക്കെ, സോ ഇവിടെ ഗെയിൻ എന്താണ്? എ ഇൻറ്റു ബി ബൈ 1 - bc. x1 to x2 തന്നിരിക്കുന്നതിൽ x1 to x2 ഗെയിൻ എന്താണ്? എ അല്ലേ? സോ x1 to x2 ഗെയിൻ എ ആൻഡ് x2 to x3 b by 1 - bc. സോ ഇത് കറക്റ്റ് അല്ലേ? ഈ രണ്ട് ബ്രാഞ്ചസ് ഇപ്പം കാസ്കേഡഡ് ആണ്. x1 to x2 gain A, then x2 to x3 gain B by 1 - bc. അതായത് നമ്മൾ ഇവിടെ റൂള് പറയുന്നത് നിങ്ങൾക്ക് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക ഇങ്ങനെ ചെയ്യാം. സോ ഈ റൂളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ലൂപ്പ് ക്യാൻ ബി എലിമിനേറ്റഡ്. അതായത് ഇപ്പൊ നമുക്ക് ഈ ലൂപ്പ് മാത്രമാണ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ, അതായത് കിട്ടിയിരിക്കുന്ന റിസൾട്ടന്റ് ഇതാണ് നിങ്ങളുടെ റിസൾട്ടന്റ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഓക്കെ, സോ ഈ റിസൾട്ടന്റ് ഗ്രാഫിനെ ഈ ഒരു രീതിയിലും റെപ്രസെന്റ് ചെയ്യാമല്ലോ. x1 ഇതിൽ നമുക്ക് x1 x3 ആണ് വേരിയബിൾ. സോ x1 x2 x3 വേരിയബിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടന്റ് ഗെയിൻ ഈസ് a ഇൻറ്റു ബി ബൈ 1 - bc ആണ്. സോ അത് ഇതേപോലെ റെപ്രസെന്റ് ചെയ്യാമല്ലോ, രണ്ട് ബ്രാഞ്ച് ആയിട്ട്, രണ്ട് കാസ്കേഡഡ് ബ്രാഞ്ച് ആയിട്ട്. ഓക്കെ, സോ a ഇൻറ്റു ബി ബൈ 1 - bc. ഓക്കെ, സോ ഇതാണ് ലാസ്റ്റ് റൂൾ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റെഡ്യൂസ് ചെയ്യാനുള്ള റൂൾസ്. ഓക്കെ, സോ റൂൾസ് ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റിഡക്ഷൻ. അപ്പൊ നമ്മൾ ഇത്രയും റൂൾസ് പഠിച്ചത് എന്തിനാണ്? സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റിഡക്ഷന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റിഡക്ഷൻ അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് യൂസിങ് ദ റൂൾസ് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 5 റൂൾസ് പഠിച്ചു. യൂസിങ് ദാറ്റ് റൂൾസ് യു ക്യാൻ റെഡ്യൂസ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ടു ഫൈൻഡ് ദി ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഈ റിഡക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റിഡക്ഷന്റെ ഫസ്റ്റ് മെത്തേഡ് ഈസ് യൂസിങ് ദ റൂൾസ് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഓക്കെ, സോ യൂസിങ് ദ റൂൾസ് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് മീൻസ് നമ്മളിപ്പോൾ മുന്നേ ലൂപ്പ് റെഡ്യൂസ് ചെയ്യാൻ ചെയ്ത പോലെ തന്നെ റൈറ്റ് ഇക്വേഷൻസ് അറ്റ് എവറി നോഡ്. ഓക്കെ, റൈറ്റ് ഇക്വേഷൻ അറ്റ് എവറി നോഡ് and then rearrange these equations to get the ratio of input to output. Okay, so ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, യൂസിങ് ദി റൂൾസ് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റിഡക്ഷൻ യൂസിങ് ദി റൂൾസ് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഡയഗ്രാം റിഡക്ഷൻ. ഓക്കെ, സോ അതിലൊന്നുമില്ല, ഇത്രയും നമ്മൾ ഒരു 5 റൂൾസ് പറഞ്ഞിട്ടുണ്ട്. സോ ആ റൂൾസ് യൂസ് ചെയ്തിട്ട് ഓരോ നോട്ട്സിലും ഇക്വേഷൻസ് എഴുതാം, ദെൻ നിങ്ങൾക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. പക്ഷെ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാ തന്നിരിക്കുന്നത് ഒരു വലിയൊരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാവും. ഇപ്പൊ 5ഓ 6ഓ 7ഓ നോട്ട്സ് ഉണ്ടെങ്കിൽ അത്രയും ഇക്വേഷൻസ് എഴുതി ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് അങ്ങനെ വേണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ടീഡിയസ്. ഓക്കെ, സോ വി ആർ നോട്ട് യൂസിങ് ദിസ് മെത്തേഡ്. ഓക്കെ, സോ രണ്ട് മെത്തേഡിൽ ഒരു മെത്തേഡ് പറയുന്നത് യൂസിങ് ദ റൂൾസ് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ്, ബട്ട് ദിസ് മെത്തേഡ് ഈസ് ടൈം കൺസ്യൂമിങ്, സോ വി ആർ നോട്ട് യൂസിങ് ദിസ് മെത്തേഡ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല. അതായത് ഈ റൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ട് ആ രീതിയിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയില്ല. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, then second method, this one is very important, using Mason's gain formula. Okay, so signal flow graph യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് Mason's gain formula. Okay, so Mason's gain formula യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് 10 മാർക്സ് എസ് എ ക്വസ്റ്റ്യൻ 7 അല്ലെങ്കിൽ 8 മാർക്സിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ യൂസിങ് മാസൺസ് ഗെയിൻ ഫോർമുല ഈ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിഗ്നൽ ഫ്ലോ ഗ്രാഫ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യൂസ് ടു ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം ഫ്രം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഡയഗ്രാം. അതായത് മാസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ബ്ലോക്ക് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ
used Mason's gain formula is used to find the transfer function of the system from the signal flow graph diagram. Okay. So Mason's gain formula states the overall gain or transfer function of the system. അതായത് ഇതിനൊരു ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് എല്ലാവരും എഴുതി വെക്കുക, അത് പഠിക്കാം. ഓക്കെ. സോ Mason's gain formula ഇക്വേഷൻ പറയുന്നത്, so you can consider സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് മുന്നേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ എഴുതി വെച്ചാൽ മതി. ഓക്കെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ ആർ ഓഫ് എസ് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇൻപുട്ട് വാല്യൂ ആണ്. ദെൻ സി ഓഫ് എസ് as output, then transfer function T of S is equal to C of S by R of S. Okay. So ഇതാണ് നമ്മൾ overall transfer function എന്ന് പറയുന്നത്. Okay. So Mason's gain formula states the overall gain or transfer function T or T of S is equal to, either you can represent as T of S or T is equal to sigma K Pk delta K divided by ഡെൽറ്റ. ഇത് ഡെൽറ്റയാണ് മേലെ എഴുതിയിരിക്കുന്ന വാല്യൂ. ഓക്കെ. സോ ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടി ഈസ് ഈക്വൽ ടു സിഗ്മ, ഇത് സമ്മേഷൻ ആണ്, സിഗ്മ ഓവർ കെ പി കെ ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഓക്കെ. സോ ഇതിൽ ഓരോ ടേംസും എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. സോ ടി എന്താണ്? വേർ ടി. ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. സോ മാസോൺസ് ഗെയിൻ ഫോർമുല എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ വേർ ടി ഓർ ts equal to transfer function of the system. എല്ലാവരും ഇപ്പൊ തന്നെ എഴുതിയെടുക്കുക. ഇത് അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം. ഓക്കെ. ടി ഓർ ടി എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം. ഓക്കെ. റൈറ്റ് സൈഡിൽ എന്താണ് വരുന്നത്? സമ്മേഷൻ ഓവർ കെ. ഓക്കെ. സോ കെ number of forward path, number of forward paths in the signal flow graph. Okay. K number of forward paths in the signal flow graph. ഇനി എന്ത് ടേം വരുന്നത്? പി കെ. ഓക്കെ. സോ പി കെ gain of or forward path gain of pk forward path gain of kth forward path. Okay. pk forward path gain of kth forward path. Then next term delta. Okay. So delta is equal to 1 minus sum of all individual loop gains plus ഇവിടെ നിങ്ങൾ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മൈനസ് ആണ് കേട്ടോ. 1 മൈനസ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് പ്ലസ് സം ഓഫ് gain products of sum of gain products of all possible combinations of all possible combinations of
two non-touching loops. Two non-touching loops. Okay, bracket close ചെയ്യാം. Minus sum of gain products of all possible combinations of three non-touching loop gains. Three non-touching loops plus etc. Okay, delta is equal to the clear ആയിട്ട് എഴുതി വെക്കണം. Delta is equal to 1 minus. Okay, so ഇവിടെ മൈനസ് ആണ്. 1 minus ബ്രാക്കറ്റിലായിട്ട് എഴുതാം സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. പിന്നെ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് all possible combinations of two non-touching loops. Okay, minus sum of gain products of all possible combinations of three non-touching loops plus etc. അതായത് ഇവിടെ സൈന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് പ്ലസ് വരും. സോ മൈനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ പ്ലസ് മൈനസ് പ്ലസ് എക്സെട്ര. സോ ഫസ്റ്റിൽ വരുന്ന എന്താണ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ആണ്. ദെൻ സെക്കൻഡിൽ വരിക ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്സ്. ദെൻ അടുത്തതിൽ വരുന്നത് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ത്രീ നോൺ ടച്ചിങ് ലൂപ്സ്. ഓക്കെ, സോ ഇതാണ് ഡെൽറ്റ. ഇനി ഏത് ടേമാ ബാക്കിയുള്ളത്? ഡെൽറ്റ കെ. ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു delta k is equal to delta for that part of signal flow graph which is not touching kth forward path. Okay, delta k equal to delta for that part of signal flow graph which is not touching kth forward path. Okay, so delta k is equal to delta for that part of signal flow graph which is not touching kth forward path. Okay, so ഒന്നുകൂടെ ടേംസ് എന്താണെന്ന് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. Actually, we are using Mason's gain formula to find the overall transfer function of the system from the given signal flow graph. Okay, അതായത് നിങ്ങൾക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന് അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് മാസോൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാസോൺസ് ഗെയിൻ ഫോർമുല സ്റ്റേറ്റ് ദാറ്റ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ T is equal to സിഗ്മ കെ പി കെ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ. അപ്പൊ ടി നിങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ടാവും. ടി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ടി ക്ലിയർ ആണല്ലോ, അതിൽ നിങ്ങൾക്ക് അറിയാൻ വേറെ ഒന്നുമില്ല. ടി ഇസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം. ദെൻ കെ ഇസ് ദ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്സ് ഇൻ ദി സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഫോർവേഡ് പാത്ത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി ഫോർവേഡ് പാത്ത്, ഫൈൻഡ് ദി നമ്പർ ഓഫ് ലൂപ്സ്. ഓക്കെ, സോ വി ഹാവ് ഓൾറെഡി ഡൺ ദി ക്വസ്റ്റ്യൻസ്. സോ കെ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്സ്. ഓക്കെ, ദെൻ പി കെ ഫോർവേഡ് പാത്ത് ഗെയിൻ ഓഫ് kth ഫോർവേഡ് പാത്ത്. അതായത് നിങ്ങൾക്ക് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് കെ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്സ് ആണ്. ഓക്കെ, സോ ഇപ്പൊ രണ്ട് ഫോർവേഡ് പാത്ത് ആണെങ്കിൽ കെ ഈക്വൽ ടു 2 വരും. ഓക്കെ, രണ്ട് ഫോർവേഡ് പാത്ത് ഉണ്ടാവും. ദെൻ പി കെ എന്ന് പറയുന്നത് ഇപ്പൊ കെന്റെ വാല്യൂ 2 ആണെങ്കിൽ എന്തായിരിക്കും? രണ്ട് ഫോർവേഡ് പാത്ത് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ആൻഡ് സെക്കൻഡ് ഫോർവേഡ് പാത്ത്. സോ പി കെ പറയുമ്പോൾ എന്ത് വരും? രണ്ട് വാല്യൂസ് വരും, P1 ആൻഡ് P2. Okay, so Pk is the value or gain of kth forward path. അത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി ഫോർവേഡ് പാത്ത് ഗെയിൻ.
ഓക്കെ. സോ ഫോർവേഡ് പാത്ത് ഗെയിൻ ഈസ് ഈക്വൽ ടു ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് എന്തായിരുന്നു ഫോർവേഡ് പാത്തിന്റെ ഗെയിന്. ആ ഫോർവേഡ് പാത്തിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കി ബ്രാഞ്ചസിന്റെ ഗെയിനിന്റെ പ്രൊഡക്റ്റ്. ഓക്കെ. സോ ഇത് നേള് ഓൾറെഡി കണ്ടുപിടിച്ചതാണ് പ്രോബ്ലത്തിൽ. ഇനി ഡെൽറ്റ വാല്യൂയും ഡെൽറ്റ കെ വാല്യൂ ആണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. ഓക്കെ. സോ ഡെൽറ്റ ഈക്വൽ ടു 1 മൈനസ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. സോ ഡെൽറ്റ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം എന്ത് വേണം, ലൂപ്സ് ഏതെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ഓരോ ലൂപ്പിന്റെ ഗെയിൻ കണ്ടുപിടിക്കാം. സോ ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ആ ലൂപ്പിൽ ഏതൊക്കെയാണ് ബ്രാഞ്ചസ് നോക്കുക, ബ്രാഞ്ച് ഗെയിനിന്റെ പ്രൊഡക്റ്റ് ആണ് ലൂപ്പ് ഗെയിൻ. സോ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്, എത്ര ലൂപ്പ് ഉണ്ട് നോക്കുക, ഓരോ ലൂപ്പിന്റെയും ഗെയിൻ സെപ്പറേറ്റ് എഴുതുക. ദെൻ ആ ലൂപ്പ് ഗെയിൻ്റെ സം എഴുതും. ഇപ്പൊ 2 ലൂപ്പ് ഉണ്ടെങ്കിൽ 2 ലൂപ്പിന്റെ ഗെയിൻ കണ്ടുപിടിക്കുക. ദെൻ അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. അതാണ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. നമ്മൾ മുന്നേ പ്രോബ്ലം ചെയ്തപ്പോൾ ഫൈൻഡ് ദി നമ്പർ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. ഓക്കെ. സോ എത്ര 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ കോമ്പിനേഷൻ എത്ര ഉണ്ടെന്ന് മുന്നേ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തിട്ടില്ലേ. സോ അതുപോലെ നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുക, തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ എത്ര കോമ്പിനേഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓരോ കോമ്പിനേഷൻസിന്റെയും ഗെയിനിന്റെ പ്രൊഡക്റ്റ്. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് 3 നോൺ ടച്ചിങ് ലൂപ്സിന്റെ കോമ്പിനേഷൻ. അന്ന് അഭിജിത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ 2 നോൺ ടച്ചിങ് ലൂപ്പ്, 3 നോൺ ടച്ചിങ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ 3 നോൺ ടച്ചിങ് ലൂപ്സിന്റെ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ കോമ്പിനേഷൻസിന്റെ ഗെയിനിന്റെ പ്രൊഡക്റ്റ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ. ദെൻ ഡെൽറ്റ കെ ഈക്വൽ ടു ഡെൽറ്റ ഫോർ ദാറ്റ് പാർട്ട് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വിച്ച് ഈസ് നോട്ട് ടച്ചിങ് kth ഫോർവേഡ് പാത്ത്. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ 2 ഫോർവേഡ് പാത്ത് ആണെന്ന് വിചാരിക്കാം. ഫോർവേഡ് പാത്ത് 1 and 2. ഓക്കെ. സോ ഡെൽറ്റ കെ പറയുന്ന 2 വാല്യൂസ് ഉണ്ടാവും, ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. ഓക്കെ. സോ നിങ്ങൾ ഡെൽറ്റ 1 കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ഈ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എലിമിനേറ്റ് ചെയ്യാം. അതായത് തന്നിരിക്കുന്ന ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉണ്ടാവും, ആ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് അങ്ങനെ മാറ്റി നിർത്തുക. അത് മാറ്റിയിട്ട് ബാക്കി വരുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോക്കുക. ആ ബാക്കി പാർട്ടിന് എന്ത് കണ്ടുപിടിക്കാം, ഡെൽറ്റ കണ്ടുപിടിക്കാം. അതായത് ഈ ഇക്വേഷനിൽ ഡെൽറ്റ കണ്ടുപിടിക്കാം. സോ അതായിരിക്കും ഡെൽറ്റ 1. അത് ഇവിടെ പറയുന്നത് ഡെൽറ്റ കെ ഈക്വൽ ടു ഡെൽറ്റ ഫോർ ദാറ്റ് പാർട്ട് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വിച്ച് ഈസ് നോട്ട് ടച്ചിങ് kth ഫോർവേഡ് പാത്ത്. അതായത് ഡെൽറ്റ കെ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, ഡെൽറ്റ കെക്കും ഡെൽറ്റ തന്നെയാണ്, പക്ഷെ അതിന്റെ കേസിൽ എന്ത് വരാൻ പാടില്ല, ഈ kth ഫോർവേഡ് പാത്ത്. അതായത് ഇപ്പം ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ആണെങ്കിൽ ഡെൽറ്റ 1 കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എലിമിനേറ്റ് ചെയ്യുക സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ. ഫസ്റ്റ് ഫോർവേഡ് പാത്ത് വരുന്ന ബ്രാഞ്ചസ് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഡെൽറ്റ കണ്ടുപിടിക്കാം. സോ ആ ഡെൽറ്റ വാല്യൂ ആയിരിക്കും ഡെൽറ്റ 1. ഡെൽറ്റ 2 എന്തായിരിക്കും, ഡെൽറ്റ 2 കണ്ടുപിടിക്കുമ്പോൾ സെക്കൻഡ് ഫോർവേഡ് പാത്ത് അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഡെൽറ്റ വാല്യൂ കണ്ടുപിടിക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ ഇത്. ഓക്കെ. സോ ഈ ഇക്വേഷൻ പറയുമ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഈ ഫോർമുല നിങ്ങൾ എഴുതി വെക്കുക, പഠിക്കാം. സോ ടി ഈക്വൽ ടു സിഗ്മ കെ പി കെ ഡെൽറ്റ കെ ഡിവൈഡ് ബൈ ഡെൽറ്റ, വെർ ടി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം, ദെൻ കെ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്, ദെൻ പി കെ ഫോർവേഡ് പാത്ത് ഗെയിൻ. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ദെൻ ഡെൽറ്റയും ഡെൽറ്റ കെ ആണ് ഒരു കുറച്ച് ബുദ്ധിമുട്ട് വരാം. ഓക്കെ. സോ ഡെൽറ്റ ഈക്വൽ ടു 1 മൈനസ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് മൈനസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ്. ഓക്കെ. പ്ലസ് എക്സെട്ര. എത്ര കോമ്പിനേഷൻസ് കിട്ടുന്നോ അത്രയും പോകും, അതാണ് പ്ലസ് എക്സെട്ര എഴുതിയിരിക്കുന്നത്. And delta k equal to delta for that part of signal flow graph which is not touching kth forward path. Okay. So problem നമുക്ക് next class start ചെയ്യാം. Okay.